ആരെങ്കിലും വോട്ടിന് വേണ്ടി എന്തൊക്കെ പറഞ്ഞാലും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സഹോദരങ്ങളെ എത്ര വലിയ ദീൻ മാറ്റി പറഞ്ഞാലും അല്ലാഹു ഏതെങ്കിലും ഒരു പണ്ഡിതനെ കൊണ്ട് അല്ലാഹുവിന്റെ ദീൻ നിലനിർത്തുമോ? ഖമറുൽ ഉലമ കാഴ്ചവെച്ച സുന്ദരമായ ആദർശ പോരാട്ടത്തിന്റെ പോർക്കളത്തിൽ കേരളം ധരിച്ചു പോയില്ലയോ? എല്ലാ പണ്ഡിതന്മാരും ചിന്തിച്ചു പോയില്ലയോ? ഇതെന്ത് ആർജവമാണ് കാന്തപുരത്തിന്! ഇതെങ്ങനെ കിട്ടി കാന്തപുരത്തിന്? ഇതെങ്ങനെ കിട്ടി കാന്തപുരത്തിന്? ഇടത്തോട്ട് കാന്തപുരത്തിന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല പൊന്നുമോനെ. ഒരിക്കലും അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല. ആനായ ഖമറുൽ ഉലമയ്ക്ക് ഇടത്തോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരു കാര്യം പറയണമെങ്കിൽ വലത്തോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മുമ്പോട്ടും പിമ്പോട്ടും അല്ലാഹുവിന്റെ ദീൻ പറയുന്നതിന് ഒരു രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെയും പാളയത്തിൽ കൊണ്ടുപോയി ആദർശമടിയറ വെക്കാത്ത അജയ്യനായ ഖമറുൽ ഉലമ. സഹോദരങ്ങളെ സഹോദരങ്ങളെ, ആ പോരാട്ട വീര്യം ആര് കൊടുത്തതാണെന്ന് അറിയുമോ? ഇപ്പോഴല്ലയോ പലർക്കും തിരിയുന്നത്. മഹാനായ ഖുത്ബുൽ ആലം സിഎം വലിയല്ലാഹി തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോൾ ആളുകൾക്ക് തിരിയുകയാ. ദീൻ പറയാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത് ഖമറുൽ ഉലമയാ. ഞങ്ങൾ ഉള്ളാളം തങ്ങളെയാ ഏൽപ്പിച്ചിട്ടുള്ളത്. ഏതെങ്കിലും രാഷ്ട്രീയ ചുവയുള്ളവർക്കല്ല, ഏതെങ്കിലും സ്ത്രീകളോടൊത്ത് മുട്ടി ഒരുമി നിന്നുകൊണ്ട് ലോകത്തിന്റെ ഗതി മാറ്റിവിടുന്നവർക്കല്ല, പുതിയ വൃത്തികെട്ട അധ്യായങ്ങൾ എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നവർക്കല്ല. അത് ദീൻ അറിയുന്ന ഖമറുൽ ഉലമയ്ക്കറിയാം. അല്ലാഹുവേ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ആരൊക്കെ കടന്നു വന്നാലും ഏതൊക്കെ സോഷ്യൽ മീഡിയകളിൽ എന്തെല്ലാം വിപ്ലവങ്ങൾ നടത്തിയാലും നാണം കെട്ട ഫസൽ ഗഫൂർ നിന്നെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ എടുക്കുന്ന ഒരു പദമുണ്ട് പൊന്നുമോനെ. അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മഹാനായ ശംസുൽ ഉലമയാ. ആ ശംസുൽ ഉലമ പറഞ്ഞത് എന്താണെന്നറിയുമോ? അത് ഞങ്ങൾ പറയാനുള്ള ആളുകളാ. ശംസുൽ ഉലമ പറഞ്ഞത് ഉറച്ചു പറയാൻ അവകാശപ്പെട്ട അഹ്ലുസ് സുന്നയുടെ മക്കൾ ഉറച്ചു പറയുകയാ. സഹോദരങ്ങളെ, ശംസുൽ ഉലമ പറഞ്ഞത് ദീൻ പറയുന്നത് അത് പണ്ഡിതന്മാരുടെ കാര്യമാ. ദീൻ പറയുന്നത് ഓ ഫസൽ ഗഫൂറേ, ശംസുൽ ഉലമ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഡോക്ടർമാർ കാട്ടത്തിൽ നിരക്കുന്ന പുഴുക്കളുടെ കാര്യം അന്വേഷിക്കട്ടെ, കാട്ടമിളക്കി പരിശോധിക്കട്ടെ. അല്ലാഹുവിന്റെ ദീൻ പറയോ പഠിച്ച പണ്ഡിതന്മാര് ദുനിയാവിലുണ്ട്. നാണം കെടണ്ട പൊന്നുമോരെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പണ്ഡിതന്മാരെ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പൊരുതിയ പണ്ഡിതന്മാരെ നിങ്ങൾ ആരും വാക്കുകൊണ്ടോ ഒരു കാര്യം കൊണ്ടോ അവരോട് പോരാടാൻ വരരുത്. കാരണം അവര് മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പിന്മുറക്കാരാണ്. അവർക്ക് അവരുടെ പ്രാർത്ഥനയുള്ളവരാണ്, അവർക്ക് ആശീർവാദമുള്ളവരാണ്. അല്ലാഹുവേ അവരുടെ കരങ്ങൾക്ക് നീ കരുത്ത് പകരണേ അല്ലാഹ്.